വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു ആദ്യം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ മെയിൻ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ വയസ്സ് 21. എൻ്റെ വയസ്സ് 20. പക്ഷേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു ആദ്യം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ മെയിൻ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ വിചാരിക്കേണ്ട ഒരു ഇൻട്രോയിൽ റിനു ഇപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞാൽ വരും. അത് മെയിൻ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മളൊരു ഡെലിവറീൻ്റെ മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഞാൻ റിന്യൂസും കൂടി ഇട്ടു, Q&A ക്വസ്റ്റ്യൻ്റെ. പിന്നെ അപ്പം ഈ ഒരു Q&A ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കണ്ടൻറ്റും കൂടി ഉണ്ട്, ഡെലിവറി പരമായ ഒരു കണ്ടൻറ്റും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞതിൻ്റെ. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. റിന്യൂവിന് പെട്ടെന്ന് പേയ്മെൻറ്റ് കൊണ്ടുപോയതാണോ, അതോ റിന്യൂസിന് ഡേറ്റ് കിട്ടിയിട്ട് കൊണ്ടുപോയതാണോ, അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് റിന്യൂസിന് എങ്ങനെയുണ്ട്, സിസേറിയൻ ആണോ, അങ്ങനെ കുറേ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ 2 കണ്ടൻറ്റാണെന്ന് കൂടി പറഞ്ഞുതരാം. Q&A ക്വസ്റ്റ്യനും അതേമാതിരി ഡെലിവറിനെ പരമായ ഒരു വീഡിയോ കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോ നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ റിന്യൂസ് എത്തിയിട്ടുണ്ട്. റിന്യൂസ് ഇൻട്രോയിൽ എവിടേക്കോ മുങ്ങിയത് കേട്ടോ. അത് വല്ല ലിപ്സ്റ്റിക്കോ അല്ല ഇതൊക്കെ ഇടാനായിക്കാണ്. കുട്ടി ഉറങ്ങിയിട്ടില്ലായിരുന്നു, അപ്പോൾ ഉറക്കായിരുന്നു. അപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. വീഡിയോ പറഞ്ഞു നോർമല്ലാന്ന് കുട്ടി നമ്മള് ഇപ്പൊ നമ്മളൊന്നും മാറണ്ട. പിന്നെ ഇന്റർവ്യൂല് എന്താ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഇപ്പൊ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ആദ്യം Q&A ഫസ്റ്റ് എടുക്കുന്നത്. ഫസ്റ്റ് Q&A. ഞാൻ വായിക്കാം. ഫസ്റ്റ് Q&A എന്നാണ് ഡെലിവറി ഡേറ്റ്, അതോടെ അതിൻ്റെ ഒപ്പം ഒരു ചോദ്യം കൂടി ആ വ്യക്തി വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ട്? ഇത് കേട്ടിട്ടുണ്ട്. ചോദ്യം കേട്ട് ഉത്തരം പറഞ്ഞാൽ ഞാൻ പറയുന്നു. നമ്മുടെ എല്ലാ വീഡിയോസിലും നല്ല കുറച്ച് വീഡിയോസ് ഇതിൻ്റെ മുമ്പ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വയസ്സ്. ഇപ്പോൾ ആദ്യയുടെ വയസ്സ് എൻ്റെ വയസ്സ് 21. എൻ്റെ വയസ്സ് 20. പക്ഷേ അതിൽ ചോദിച്ചാൽ പിന്നെ എന്താണ് ഡെലിവറി ഡേറ്റ്? ഡെലിവറി ഡേറ്റ് 4-ാം തീയതി ആയിരുന്നു. എന്താ പറയുക, 8-ാം തീയതി ഡെലിവറി കാണിക്കുന്നത്. ഞങ്ങളെ പേപ്പറിൽ 8-ാം തീയതി ഡെലിവറി ഡേറ്റ് കാണിച്ചു. പക്ഷെ അത് ഡേറ്റ് കിട്ടിയത് 4-ാം തീയതിയാണ്. പക്ഷെ അതിന്റെ മുന്നേ ഞങ്ങൾ അങ്ങോട്ട് പോയി. 2-ാം തീയതി തന്നെ വൈകുന്നേരം. അങ്ങനെയല്ല, 8-ാം തീയതി ആയിരുന്നു ഡോക്ടർ ഡേറ്റ്. 4-ാം തീയതി ഞങ്ങളതും ഡോക്ടറതും കൂട്ടിക്കാണ്ട് പകുതി ഡേറ്റ് ആക്കി തന്നു. അതായത് 4-ാം തീയതി ആക്കി തന്നു. പിന്നെ 4-ാം തീയതി ഡേറ്റ് തന്നു. 30-ാം തീയതി ലാസ്റ്റ് സ്കാനിങ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് സ്കാനിങ് ഒക്കെ ചെയ്ത് അന്ന് 30-ാം തീയതി വീട്ടിലെത്തി. 1-ാം തീയതി പെയിൻ വന്നു. പെയിൻ വന്നാണ്ട് ഉമ്മ പറഞ്ഞു ഇത് നമുക്ക് പോയി കാണിക്കാണ്. പക്ഷെ എനിക്ക് ഒരു കാണിക്കേണ്ട അത് സാധാരണ ഉണ്ടാവുന്ന സഹിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഉമ്മാൻ്റെ കൂടെ ചെടിയൊക്കെ നടാൻ അങ്ങനെ കൊടുത്ത് അങ്ങനെ കുറേ ചെടിയൊക്കെ ഓർഡർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നട്ട്. പക്ഷെ പിന്നെ ഇങ്ങനെ ഉച്ച ടൈമായപ്പോൾ ഇങ്ങനെ ഊരമ്മ കൂടെ ഇങ്ങനെ ഒരു ഭയങ്കര വലുതായിട്ടൊരു വേദന. ആദ്യം ജോലിക്ക് വരുമായിരുന്നു. അപ്പം പെയിൻ ഇങ്ങനെ കൂടി. അതായത് വെള്ളിയാഴ്ച കേട്ടോ, ഈ 1-ാം തീയതി വെള്ളിയാഴ്ച 1-ാം തീയതി പെയിൻ അങ്ങനെ കൂടി. പെയിൻ കൂടിയാണ്ട് എന്താ പറയുക, ഉച്ചൻ്റെ ശേഷം ഒരു വൈകുന്നേരം ആദ്യം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ ഇതിൽ എന്നെ കൊണ്ടുപോയിരുന്നു. പിന്നെ അവിടെ ചെന്ന് അഡ്മിറ്റ് ആക്കി വിചാരിച്ചില്ല. കാരണം ഇപ്പോൾ ഡേറ്റ് കിട്ടാൻ വരാൻ പറയുന്നത് എന്നാൽ പെയിന് സഹിക്കാവുന്ന അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ എത്തിയപ്പോൾ പെയിൻ ഇങ്ങോട്ട് കൂടി. ഇവിടുന്ന് പോയപ്പോഴൊക്കെ പെയിന് സഹിക്കാവുന്ന അത്ര ഉള്ളായിരുന്നു കേട്ടോ. അതായത് 4-ാം തീയതി ഡേറ്റ് 30-ാം തീയതി കാണിച്ചു. ലാസ്റ്റ് കാണിക്കല് 1-ാം തീയതി എനിക്ക് വേദന ഉണ്ടെങ്കിൽ കൊണ്ടുപോയി. 2-ാം തീയതി പ്രസവിച്ചല്ല, സിസേറിയനായിരുന്നു കേട്ടോ.
അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ അടുത്തത്, നിങ്ങൾ രണ്ടുപേരും എത്ര വരെ പഠിച്ചിട്ടുണ്ട്? പേര് വായിക്കണം. പേര് വായിക്കണ്ട. പിന്നെ ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ വരെ, പക്ഷെ എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല കോഴ്സ്. ഡിഗ്രി വരെ പഠിച്ചു. ആദ്യം ഞാൻ പ്ലസ് ടു. പിന്നെ ആദ്യം പട്ടാളത്തിന് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ അതേമാതിരി ഈ ആർമീൻ്റെ ഇതിന് പോയിരുന്നു. അത് നമ്മൾ ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഞാൻ ആർമിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു. ആർമി കിട്ടിയത് എവിടെയാണ്? മലപ്പുറം ഡോട്ടിൽ എനിക്ക് ആർമിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കൊറോണ വന്നേരെ ഒക്കെ പോയിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ വേറെ വ്യക്തി, രണ്ടാൾക്കും എത്ര വയസ്സിലാണ് മാരേജ് കഴിഞ്ഞത്? അത് കൃത്യം ഞങ്ങളിപ്പോൾ പറഞ്ഞത്. എല്ലാവരും ഡൗട്ട്. അതൊരു ആരും ചോദിക്കാത്തൊരു ചോദ്യം കേട്ടോ. അത് ചോദിക്കാത്തൊരു ചോദ്യമാണ്. കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബുകാർ ചോദിച്ചിട്ടില്ല, പക്ഷെ യൂട്യൂബിൽ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞോക്കാം. അപ്പോൾ എത്ര വയസ്സിലെ മാരേജ് കഴിഞ്ഞ വെച്ചാൽ എൻ്റെത് 20-ആം വയസ്സ്. എനിക്ക് 20-ഉം റിനൂസിന് 19 ആയപ്പോഴാണ് ഞങ്ങളെ മാരേജ് കൃത്യമായി കഴിഞ്ഞത്. എനിക്ക് 20 ആയിട്ടില്ല. എനിക്ക് 20, റിനൂസിന് 19. അപ്പോഴാണ് മാരേജ് ഞങ്ങൾ കഴിഞ്ഞത്. അപ്പോൾ ഓക്കെ. പിന്നെ അടുത്തൊരു വ്യക്തി, 20 വയസ്സിലായി, 21 ആയിട്ടില്ല. 20 വയസ്സ് 21 കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ബേബി അത് വല്ല സംസാരിക്കണ ബേബി ഉണ്ട്. ബേബി കരക്കുറങ്ങില്ല, കടത്തി പോകുന്നുണ്ടോ? റിനൂസ് കളിച്ച് കിടക്കണ്ടെന്ന് അറിയില്ല. പിന്നെ അതേമാതിരി അടുത്തൊരു വ്യക്തി ചോദിച്ചാണ് ഇപ്പോൾ പറഞ്ഞുതരാം. റിനുവിൻ്റെ ഉപ്പാക്ക് എന്താണ് ജോബ്? പിന്നെ അതേമാതിരി തന്നെ ആദ്യം സ്വന്തം വീട്ടിൽ പോകാറുണ്ടോ? പിന്നെ അതിന് തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡെലിവറി ഡേറ്റ് എന്നാണ്? എവിടെയാണ് നിങ്ങളുടെ വീട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിനുവിൻ്റെ ഉപ്പാക്ക് എന്താ ജോലി? ഇതൊക്കെ ഒരാൾ ചോദിച്ചാട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. റിനുവിൻ്റെ ഉപ്പാക്ക് ടാപ്പിംഗ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ പോകുന്നൊന്നുമില്ല കേട്ടോ. ഉപ്പാക്ക് വയ്യാണ്ടായി. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉപ്പ ജോലിക്കൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. ചെറുപ്പം മുതലേ തന്നെ ഞങ്ങൾ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യത്തെ ചോദ്യം, ആദ്യം സ്വന്തം വീട്ടിൽ പോകാറുണ്ടോ? ഞാൻ സ്വന്തം വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അതായത് റിനൂസ് ഡെലിവറി ആവുന്നതിന് മുന്നേ പോകാറുണ്ടായിരുന്നു. 5 മന്ത് ആയപ്പോൾ പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഡെലിവറി ഡേറ്റ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെയാണ് നിങ്ങളുടെ വീട്? ഞങ്ങളുടെ വീട് ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഞങ്ങളുടെ വീട് മഞ്ചേരി കാരക്കുന്നാണ്. പക്ഷെ ഈ കാരക്കുന്നില്ലവര് നമ്മളറിയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് എവിടെയാണ് ഇവിടെ കാരക്കുന്ന് എവിടെയാണ് വീട് എന്ന് അറിയില്ല. കാരക്കുന്ന് പയടം എന്ന് പറയട്ടോ, അവിടെയാണ് നമ്മുടെ വീട്. കറക്റ്റ് പോയിന്റ് പയടം. പിന്നെ അടുത്തത് വേറെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചാണ്, പഠിക്കുമ്പോഴായിരുന്നോ മാരേജ് കഴിഞ്ഞത്? അത് റിനൂസ് പഠിക്കുമ്പോഴാണ് മാരേജ് കഴിഞ്ഞത്. പക്ഷെ ഞാൻ പഠിക്കില്ല, ഞാൻ ജോബിലായിരുന്നു. ഞാൻ പഠിക്കുമ്പോഴാണ് ആദ്യം പ്രണയിച്ചു കൊല്ലുന്നത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ല, ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ആദ്യം നോക്കണത്, പ്രേമിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് കേട്ടോ. അപ്പോൾ പഠിക്കുന്ന കാലത്ത് തന്നെ ആയിരുന്നു. പക്ഷെ ആദ്യം പഠിക്കലായിരുന്നു. ആദ്യം ഇങ്ങനെ ലാത്തി എടുക്കായിരുന്നു. ആദ്യം ഉണ്ടല്ലോ എല്ലാ പെണ്ണുങ്ങളെയും വായി നോക്കി നടക്കായിരുന്നു. അതിലൊരു പെണ്ണായിരുന്നു ഞാൻ. അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് പ്രണയാണ് ഇന്റത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേറാണ്, അതിന്റെ വീട്ടുകാർ ഇപ്പോൾ വിളിക്കാറുണ്ടോ? റിനുവിന്റെ ഡെലിവറിക്ക് അമ്മ വന്നിരുന്നോ? അത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ വിളിക്കാറുണ്ടോ ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ വിളിക്കലില്ല. ഇതിന് മുന്നൊക്കെ ഞാൻ ഫാദറിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിളിക്കലില്ല. പിന്നെ അതേമാതിരി റിനുവിന്റെ ഡെലിവറിക്ക് അമ്മ വന്നിരുന്നു ചോദിച്ചില്ല, വന്നിട്ടില്ല. അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാ ഡേറ്റ്? ഇപ്പൊ എത്ര മാസമായി? ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്? ആദ്യത്തെ
ഫ്രണ്ട്സ് ആർക്ക് ഫ്രണ്ടൊന്നും ഇല്ല. ഞാൻ ഫസ്റ്റ് ദിനം ഞാൻ പറഞ്ഞുതരാം. എന്നാ ഡേറ്റ് വെച്ചാൽ 4-ാം തീയതി ആയിരുന്നു. ഇപ്പോൾ എത്ര മാസമായി, അതായത് അവർ ചോദിച്ച ടൈമിൽ എനിക്ക് 9th മന്ത് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പിന്നെ ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്, അതായത് എടവണ്ണ രാജഗിരി ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. പിന്നെ ആദ്യം എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല. എൻ്റെ ഒരു വർത്തമാനത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടിൽ ആദ്യത്തെ ഫ്രണ്ട്സ് ഉണ്ട്. ആദ്യയുടെ നാട്ടിലാണ്, കൂടെ പഠിച്ചവരും പിന്നെ എല്ലാവരും കളിക്കൂട്ടുകാരന്മാരൊക്കെ ആദ്യയുടെ നാട്ടിലാണ്. ഞാൻ പോകലുണ്ടോ ചെക്ക് ഇപ്പോൾ ഒന്നാമതിപ്പോൾ ടൈം കിട്ടലില്ല, കാരണം ഫുള്ള് ജോബ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫുള്ള് ജോബ്. അത് രാവിലെ പോയി ഒരു 5:30 വീട്ടിലെത്തും. പിന്നെ ഇവിടെ തന്നെയാണ് അധികം സ്പെൻഡ് ചെയ്ത്. പക്ഷെ എന്നും ഫ്രണ്ട്സ് അത് കോൾ ചെയ്യും, ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യും, ചാറ്റ് കോളിങ് അതൊക്കെ ഉണ്ട്. പക്ഷെ പോകാൻ ടൈം ഉണ്ടാവില്ല, ഞാൻ പോകലുള്ളൂ. ആദ്യത്തെ വീട്ടിലായിരുന്നു ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കച്ചുണിയിലായപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ വലിയ ടൈം കിട്ടില്ല. കച്ചുണിയിലായപ്പോൾ ആദ്യം പോളിഷിൻ്റെ എന്താ പോളിഷ് വർക്ക് ബുദ്ധിൻ്റെ ഒക്കെ പോളിഷ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം ഉണ്ട്, ലീവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കൂടെ ആയതുകൊണ്ട് എന്താ പറയുക 5:30 വീട്ടിലെത്തി കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ. പിന്നെ അടുത്തത് വേറെ വ്യക്തിച്ച് ഇപ്പോൾ എത്ര മന്തായി, ഡേറ്റ് എന്നാണ് അതിപ്പോൾ പറഞ്ഞല്ലോ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താ അവസ്ഥ ഒക്കെ അല്ലേ, എന്താ അവസ്ഥ അതൊക്കെ എന്താ അവസ്ഥ മനസ്സിലായിട്ടില്ല. അവരെന്താ ഉദ്ദേശിച്ചെന്നറിയില്ല. എന്താ അവസ്ഥ ഒക്കെ, അതായത് എന്താണ് ഇപ്പോഴത്തെ പാട് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. പിന്നെ വേറെ വ്യക്തിച്ച്, നിങ്ങൾ കാണാറില്ലല്ലോ, എന്ത് പറ്റി, ഡെലിവറി ഡേറ്റ് അടുത്ത് കൊണ്ടാണോ, സുഖമാണോ? ഇത് തോന്നുന്നത് എനിക്ക് ആ സൂപ്പർ മാർക്കറ്റ് ആ ഒരു ഏട്ടനാ തോന്നുന്നത്. എടവണ്ണ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോണ ഒരു സൂപ്പർ മാർക്കറ്റാണ് എടവണ്ണ. അതിൻ്റെ പേര് VK സൂപ്പർ മാർക്കറ്റ്. അടുത്തൊരു ഇവിടെ ഞങ്ങൾ അതായത് യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് അവർ ഇവിടെ ആമിയൂരൊക്കെ കേട്ടോ. ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് കണ്ട് പരിചയം, അങ്ങനെ ഞങ്ങൾ പർച്ചേസിന് പോയതിനു ശേഷം അവർ ഞങ്ങളെ കണ്ട് സംസാരിച്ചു. അപ്പൊ അവര് ചോദിച്ച ചോദ്യമാണ്, ഉറപ്പില്ല എന്താണ് നിങ്ങളെ കാണാറില്ലല്ലോ, എന്ത് പറ്റി, ഡെലിവറി ഡേറ്റ് അടുത്തത് കൊണ്ടാണോ? അത് ശരിയാണ്, ഡെലിവറി ഡേറ്റ് അടുത്തു, യാത്രയും ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ് അന്ന് വീഡിയോസ് ഇടാൻ. അതായത് ഒരു മാസം മുമ്പ് അല്ലേ, ഇപ്പൊ കുറച്ചായിട്ടുണ്ടാവും. അതായത് നമ്മള് എന്താ വീഡിയോസ് ഇട്ടിട്ട്. വേറൊരു കപ്പിൾ ഇത് ചോദിച്ചത്, കപ്പിൾ. താങ്ക് യു. നിങ്ങൾ എന്താണ് ഇപ്പോൾ വീഡിയോസ് ഇടാത്തത്? അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു മാസം മുമ്പ് 9th മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ പറയുക, കാലിന് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, വെറും റെസ്റ്റിൽ തന്നെ ആയിരുന്നു. പിന്നെ വെറും ഒരു വൈകുന്നേരം രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ നിന്ന് നടക്കും. എന്താ പറയാ, കാലിനൊരു വ്യായാമം, തടിക്കൊരു വ്യായാമമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം നടക്കും. പക്ഷെ അറിഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടായില്ല. നോർമൽ ഡെലിവറി നടക്കില്ല. പിന്നെ ഇപ്പം എന്താ, നിങ്ങൾ ലവ് മാരേജ് ആണ്? വേറെ ചോദിച്ചാൽ നിങ്ങൾ ലവ് മാരേജ് ആണ്? അതെ, ലവ് മാരേജ് ആണ്. പിന്നെ എല്ലാവരും ഞങ്ങളെ എന്താ പറയാ ലവ് സ്റ്റോറി പറയാത്ത എന്താ ചോദിച്ച് കമന്റ് ഉണ്ട്. ചോദിച്ചു മടുത്താണ്. പിന്നെ അവര് ചോദിക്കൽ നിർത്തി. ലവ് സ്റ്റോറി ഇനി എന്തായാലും പറയും. ഒരു ബേബി ഒന്നില്ല, ബേബി വന്ന് ഇനി ബേബി ഒന്ന് സെറ്റ് ആവട്ടെ. അതായത് എന്താ പറയാ, അങ്ങനല്ല, ബേബി കുറച്ചൊന്ന് ഇപ്പൊ കൈക്കുഞ്ഞല്ലേ, അപ്പൊ കുറച്ചൊന്ന് വലുതാവട്ടെ കേട്ടോ. അപ്പൊ പിന്നെ ലവ് സ്റ്റോറി പറയാം, ഒന്ന് ഫ്രീ ആവും. പിന്നെ അടുത്ത് നിങ്ങൾ ഒരു ക്ലാസ്സിലായിട്ടുണ്ടോ? ആദ്യം ഞാനും ഒപ്പം പഠിച്ചതേ അല്ല. പക്ഷെ ഒരേ ബാച്ച്, അതായത് ആദ്യം വേറെ കോളേജ് സ്കൂളിലായിരുന്നു, ഞാൻ വേറെ സ്കൂളിലായിരുന്നു. പക്ഷെ ഞങ്ങൾ സെയിം ക്ലാസ്സും ഇതൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ആദ്യം കോമേഴ്സ് എടുത്ത് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. ചെറിയ മാറ്റം. പിന്നെ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് കുറച്ച് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിനോസ് ഇവിടെ ആരൊക്കെ ഞാനവിടെ കാണുന്നത്. പിന്നെ അടുത്ത റിനു മഞ്ചേരി HM സ്കൂളിലാണ് പഠിച്ചത്. അതെ, HM സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അറിയുന്ന ആരോ ആണ് കമൻറ്റ് അയച്ചത് കേട്ടോ. അതായത് HM സ്കൂളിലാണ് പഠിച്ചത്, ഡിഗ്രി വരെ അവിടെ തന്നെ പഠിച്ചത്. +1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഡിഗ്രി വരെ അവിടെ തന്നെയാണ് പഠിച്ചത്. പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് വന്നത് ഇങ്ങനെ
അവർ ഇസ്ലാമിലേക്ക് ചേരാൻ വേണ്ടി പോയപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എക്സാമൊക്കെ പെൻഡിങ് ആയി. പിന്നെ എന്നോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ എന്താ പറയുക അത് അയച്ചെന്ന് എടുക്കണം പറഞ്ഞു ഡിഗ്രി. അപ്പോൾ പിന്നെ ആദ്യം എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഡിഗ്രി വേണ്ട. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വേണ്ടതുകൊണ്ടാണ് ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് വേണ്ട വെച്ചു. പിന്നെ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ ഓരോന്ന് നോക്കാൻ തുടങ്ങി. അതിലാണ് ബേബി വരുന്നത് അല്ലേ. അപ്പം പിന്നെ ഇനി അങ്ങോട്ട് ഇനി കുറച്ച് വേട്ടെ ബേബി ഒന്ന് വലുതാവട്ടെ. അപ്പം നമുക്ക് നോക്കാം. വേറൊരു ചോദ്യം, നിങ്ങളുടെ വീട്ടുകാരൊക്കെ എവിടെയാണ്? എൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടിലാണ്. അപ്പൊ അത്ര ആ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഉത്തരം അതേമാതിരി പറഞ്ഞാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തോന്നുന്നില്ല. അപ്പൊ വേറൊരു ചോദ്യം, നിങ്ങൾ കാരക്കുന്ന് എവിടെയാണ്? എൻ്റെ വീട് അവിടെയാണ്. അതായത് കാരക്കുന്ന് പയടം. കാരക്കുന്ന് പയടത്താണ് നിങ്ങളുടെ വീട്. പയടെന്ന് പറയും. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, കാരക്കുന്നുകാർക്ക് അറിയും. പിന്നെ വേറൊരു ചോദ്യം, കുറച്ച് മെയിൻ ചോദ്യമാട്ടോ. യൂട്യൂബിൽ നിന്ന് ഇൻകം എത്ര കിട്ടുന്ന ഇപ്പോൾ? ഞങ്ങൾ ആ ഇൻകത്തോണ്ടാണ് ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞേ. ആദ്യം ജോലി നിർത്തിയേ. ജോലി രാജിവെച്ചു. ഡെലിവറി ഒക്കെ കഴിഞ്ഞ എത്ര പെട്ടെന്ന് എന്താ പറയാ, ഞങ്ങൾക്ക് ഇൻകം ഒന്നും കിട്ടാനായിട്ടില്ല. അതിന് കിട്ടാൻ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് വരുമാനമൊന്നും ഉണ്ടാകാനായിട്ടില്ല യൂട്യൂബിൽ നിന്ന്. എന്താ പറയാ, ഞങ്ങൾക്ക് അതായത് ഫസ്റ്റ് ഇൻകം കിട്ടിയ ഉടനെ അറിയിക്കുന്നതായിരിക്കും, പേടിക്കൊന്നും വേണ്ട. പിന്നെ അടുത്തത് ആദ്യം വേറെ വ്യക്തി ചോദിച്ചത്, ആദ്യം മുസ്ലിം ആയത് എവിടെ വെച്ചാണ്? ഷഹാദത്ത് ആരാ ചെയ്യുന്നത്? ഇപ്പോൾ ഉള്ള ആദ്യത്തെ ജോബ് എന്താണ്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുസ്ലിം ആയത് എവിടെ വെച്ചാണ് പറഞ്ഞുതരാം. മഞ്ചേരി സത്യ ശരണി വെച്ചാണ് ഞാൻ ഇസ്ലാം ആയത്. പിന്നെ ഷഹാദത്ത് ആരെ ചൊല്ലുക, ആ വ്യക്തിയുടെ ഒരു ഉസ്താദാണ് ചൊല്ലിയ, വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ഉസ്താദാണ് ചൊല്ലിത്തന്നത്. ഇപ്പോൾ ഉള്ള ഏജ് എനിക്കിപ്പോൾ ഉള്ള ഏജ് 21 കേട്ടോ, കറക്റ്റ് ഏജ് 21. ആദ്യത്തെ ജോബ് ആണ് എൻ്റെ ജോബ് മരമില്ലിലാണ്. ഞാൻ മരം കീറുന്ന മില്ലുണ്ടല്ലോ, അവിടെയാണ് എൻ്റെ ജോബ്. പത്രമുള്ളൂ കേട്ടോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞു. ലാസ്റ്റ് ചോദ്യം, കുറച്ച് ചോദിച്ചുള്ളൂ കേട്ടോ. ലാസ്റ്റ് ചോദ്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല. ആദ്യം നീ എന്തിനാ റേഷൻ കാർഡിൻ്റെ പേര് പറഞ്ഞ് പാവം അമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്? അത് ഞാൻ ചോദ്യത്തിനായിട്ട് റീപ്ലൈ തരാൻ കാത്ത് നിൽക്കുന്നു. എന്നെ ചോദ്യം ചെയ്യാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ, അതായത് ഇപ്പോൾ ഈ മേലെ ചോദിച്ചാൽ പേര് മലപ്പുറം ചോട്ടാണോ, എന്താണ് കറക്റ്റ് പേര്? ചെറിയ ഞങ്ങളുടെ യൂട്യൂബിന്റെ താഴെ വന്ന് കുറേ കമന്റ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവരോട് എന്താ പറയാ, അവരെ കണ്ടുപിടിക്കാൻ കഴിയിട്ടല്ല, വേണ്ടാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാനോ മെസ്സേജ് അയച്ച് ഒന്നും അറിയാനിട്ടൊന്നുമല്ല. ഇവിടേക്ക് വന്ന് നാട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ചെറിയ മാനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത് കളഞ്ഞു കുളിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഞങ്ങൾ കണ്ട ടൈമിൽ എനിക്ക് 9th month കഴിഞ്ഞ് എന്താ ഒരാഴ്ച ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടാറില്ല. അത് ആദ്യയുടെ കുടുംബകാരിയാണ് കേട്ടോ. എൻ്റെ കുടുംബക്കാരല്ല. റേഷൻ കാർഡിൻ്റെ പേരിൽ പോലീസിൽ കയറാതിരിക്കുക, അതൊക്കെ നിങ്ങളെന്താണ് അതിൻ്റെ ഒരു തേങ്ങ നിങ്ങൾ അറിയണ്ട. ഒരു തേങ്ങയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാനോ കാട്ടാനോ നമ്മൾ വരണം. ഞങ്ങൾ എൻ്റെ കുടുംബക്കാരെയാണ്. ഇപ്പം മേലെ ചോദ്യം ചോദിച്ചു, അതൊക്കെ നോർമൽ ഡീസൻ്റായി ചോദ്യം, അതിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. ഇങ്ങനത്തെ ചോദ്യം ഇതിൽ വരാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയാ, ഇത് ഞങ്ങൾ വിട്ടു. എന്താ പറയാ, ഇനി ആ കൊണ്ടൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം, അവിടെ കിടക്കട്ടെ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നാലൊരു ശബ്ദം ഉണ്ടാവും. എന്താ പറയുക, ഇത് ഞങ്ങൾ കാത്തു വെച്ചിട്ട് തന്നെയായിരുന്നു. അവരെ കുടുംബക്കാർ അത് അവർ നോക്കിക്കോട്ടെ. ഇനി അങ്ങനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ വീട്ടുകാർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചപ്പോൾ റിന്യൂസ് എന്തിനാണ് പിന്നെ എൻ്റെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്? ഈ സപ്പോർട്ട് ചെയ്ത് പറയാനുള്ള അധികാരം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് എങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങൾ നോക്കിയാലും അതിന് സപ്പോർട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാനും എന്നെ ചോദ്യം ചെയ്യാൻ അധികാരം റിന്യൂസിനുണ്ട്. അപ്പൊ എന്താ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അധികാരം ഉണ്ട്. എന്താ അധികാരം? അപ്പൊ ഞാൻ അങ്ങോട്ട് പച്ച മലത്തിൽ പറഞ്ഞായിരുന്നല്ലോ. അത് ഞാൻ യൂട്യൂബുകാരുടെ അല്ലാതെ ചോദിക്കണേ, ഈ വ്യക്തിനോടാണ് ചോദിക്കണേ.
ഇതിന് മുന്നേ ഞങ്ങൾ കമ്പനി ആൾക്കാരെന്ന് അതായത് ഈ ഒന്നും ചോദിക്കും വ്യക്തിയോട് ഈ വ്യക്തിനോട് ഇവിടെ മാത്രം. ഞങ്ങള് സൈഡിൽ വലുതാക്കി കൊടുത്തേക്കാം കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് കണ്ടാണ്, അതാണ് പെട്ടെന്ന് കഴിക്കുന്നത്. ഞങ്ങളിത് മറന്നു പോയിരുന്നു. മറന്നു പോയിരുന്നു. പിന്നെ ഞങ്ങൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയപ്പോൾ മറന്നു പോയിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അന്ന് ആദ്യം മറുപടി കൊടുക്കാൻ നിന്നപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യ്, നീ ഇങ്ങനെ മെസ്സേജ് ആക്കുന്നുണ്ടോ നോക്കാം. ഞങ്ങൾ മുമ്പത്തെ വീഡിയോസിലും ഇതിന്റെ താഴെ ഒരുപാട് ഞങ്ങൾ പേര് നോക്കിയില്ലേ, പക്ഷെ ഈ പ്രൊഫൈൽ ഞങ്ങൾ കണ്ടുവച്ചിരുന്നു. ഇതേമാതിരത്തെ പ്രൊഫൈൽ കുറേ മെസ്സേജ് ഈ കമന്റ് ഞാനല്ല ആദ്യം എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് റിനോ. കാരണം കമന്റ് ഒക്കെ എൻ്റെ ഫോണിലാണ് വായിക്കാറ്. അപ്പോൾ ആദ്യം ജോലി കഴിഞ്ഞാണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ആദ്യം എന്നോട് അല്ല റിനോ ഇത് കണ്ടിരുന്നു വെച്ചു. ഞാൻ കണ്ടിട്ടില്ല, കാരണം ഡെലിവറി ടൈം എനിക്ക് ഫോൺ തരുമല്ലോ. ഇപ്പോഴും എനിക്ക് ഫോൺ തരുന്നില്ല കേട്ടോ. കണ്ണിൻ്റെ കാഴ്ച പോകും എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, ഇനി ഞാൻ എൻ്റെ ഡെലിവറിന്റെ കാര്യം പറഞ്ഞു തരാം. ഡെലിവറിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും കുറെ സംശയമാണ്. ഇതിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ബാക്കി പറഞ്ഞു തരാം. അതായത് ഡെലിവറിന്റെ എല്ലാവരും ഡൗട്ട് ആയിരുന്നു. എന്താ പറയുക, അന്ന് എത്ര മാസമായിരുന്നു ഈ QN ഇട്ടപ്പോൾ. അന്ന് എനിക്ക് 9th മന്ത് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ പിന്നെ എനിക്ക് 8-ാം തീയതി ആയിരുന്നു ഡേറ്റ്. പക്ഷേ ഡോക്ടർ ഡേറ്റ് 8-ാം തീയതി, ഞങ്ങളുടെ ഡേറ്റ് 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ എന്താ അറിയില്ല, ഒരു 4-ാം തീയതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞു 4-ാം തീയതി അഡ്മിറ്റ് ചെയ്തേക്ക്. 30-ാം തീയതി കാണിക്കാൻ പോയപ്പോൾ 4-ാം തീയതി അഡ്മിറ്റ് ചെയ്തേക്ക്. 30-ാം തീയതി റിലീസ് കാട്ടാൻ പോയപ്പോഴേ ഞാൻ റിലീസ് പറഞ്ഞു, റിലീസേ 30-ാം തീയതി കണ്ടു ഡേറ്റ് ഉറപ്പാൻ കിട്ടി കണ്ടിട്ടോ. റിലീസ് എങ്ങനെ സംഭവിച്ചില്ല, ഈ ഡേറ്റ് ഒന്നും കിട്ടില്ല, എനിക്ക് അതിൻ്റെ ടൈമൊന്നും ആയിട്ടില്ല, ഇനി പോയിക്കാനൊക്കെ പറഞ്ഞ് വലിയ വീട്ടിട്ട് പോയതാ. എന്നിട്ട് ഞാൻ വന്ന് വിളിച്ചു നോക്കിട്ട് റിലീസ് എന്താ ചോദിച്ചു, ഡേറ്റ് കിട്ടാ അധികം എന്താ പറഞ്ഞത് ചോദിച്ചു. അതേമാതിരി PV ചെക്ക് ചെയ്യണ കാര്യം ഉണ്ടല്ലോ, PV ചെക്ക് ചെയ്യുന്നത് പേടിയാണ്. എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ പേടി. ഞാൻ ഇവരോട് പറയട്ടാൻ പറയും, എന്ത് ഇപ്പം ഈ ഡെലിവറിൻ്റെ കാര്യം ഒന്ന് ഫോണിൽ നോക്കിയാൽ ഫ്രണ്ട്സിനോട് ചോദിക്കൊന്നും ചെയ്യരുത്. പക്ഷെ ഇവിടെ ഇവിടെ കറക്റ്റ് ടൈമിന് വേദന എത്ര സെക്കൻഡ് ഉണ്ടാവും ഇതൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെയാണ്. അപ്പോൾ അന്നാണ് PV ചെക്ക് ചെയ്തു, ഡേറ്റ് ഒന്നും ചെയ്തു, ഒക്കെപ്പാടൊരു ദിവസമായിരുന്നു. അതെല്ലാം പോയി. അപ്പോൾ ആദ്യമാണ് യൂട്യൂബിൽ വീഡിയോ ഇടേണ്ട, ഡേറ്റ് കിട്ടിയില്ലാണ്. എനിക്ക് യാതൊരു ഡെലിവറി കഴിഞ്ഞ അന്ന്. അപ്പോൾ 4-ാം തീയതി ആയിരുന്നു ഡേറ്റ് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞത്. അപ്പോൾ 4-ാം തീയതി ഞങ്ങളിങ്ങനെ എന്താ പറയുക, 4-ാം തീയതി അല്ലേ 30-ാം തീയതിയാണ് കാണിക്കാൻ പോയത്. ഇനിയും ഉണ്ടൊരു 3 ദിവസം പറഞ്ഞു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതിന് 30-ാം പിറ്റേ ദിവസം 1-ാം തീയതി തന്നെ നമുക്ക് പെയിന് സ്റ്റാർട്ട് ചെയ്തു. കാരണം 1-ാം തീയതി ആയിരുന്നു എൻ്റെ ഡേറ്റ്, സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഡേറ്റ്. 9-ാം മാസം അതല്ല രസം, വേറെ രസമാണ്. 9-ാം മാസത്തിൽ അന്ന് ഡേറ്റ് കിട്ടിയപ്പോൾ എന്താ ഉമ്മാക്കും മോക്കും എന്താ പരിപാടിയാണ്, ചെടി നട്ട. ഒരു ചെടി എവിടുന്ന പറയുക, തിരുവനന്തപുരം അല്ലേ, തിരുവനന്തപുരം മറക്കലേന്ന് കുറച്ച് ചെടി ഓർഡർ ചെയ്തിരുന്നു. ഞാനത് മഞ്ചേരി പോയി അത് പിക്ക് ചെയ്ത് ഇവർക്ക് കൊണ്ടു കൊടുത്ത് ചെയ്തു. ഞാൻ വർക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവർക്ക് ചെടി നടുക പണി. റിനൂസ് കുത്തിരുന്നാണ്ട് നിന്നാണ്ടൊക്കെ പല രൂപത്തിൽ ചെടി നടുന്നുണ്ട്. കാരണം എനിക്ക് പെയിന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എനിക്ക് പെയിനില്ല, വല്ലാണ്ട് പെയിനും ഇല്ല. പിന്നെ എന്നിട്ട് 1-ാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉച്ചതിന് ശേഷം. അപ്പോൾ അവിടെ നിന്ന് എത്തിയപ്പോൾ ഉണ്ട് എൻ്റെ അമ്മ എന്തൊരു വേദന അറിയുക. അപ്പോൾ പെയിൻ നല്ലോണം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ലാബ് റൂമിൽ കയറ്റി അവിടെ അഡ്മിറ്റ് ആക്കിട്ടോ. ലാബ് റൂമിൽ കയറ്റി ലാബ് റൂമിൽ കയറ്റിയപ്പോഴേ സ്വന്തം കെട്ടിയോനും എവിടെ അറിയാം, കെട്ടിയോനും അളിയനും മുടി വെട്ടാൻ പോയി. അത് മുടി വെട്ടാൻ പോണീൻ്റെ മുന്നേ വിളിച്ചത്, റിനുവിനെ ലാബ് റൂമിൽ കയറ്റിയിട്ട് നിങ്ങൾ വരണം. ഞങ്ങൾ മുടി വെട്ടിക്കൊണ്ടിരിക്കുക, ഇവിടെ മുടി വെട്ടാൻ പോയിട്ടില്ല, മുടി വെട്ടാൻ പോകണുള്ളൂ, എന്നാൽ അങ്ങോട്ടല്ലേ വരണ്ടേ. എന്നിട്ട് ഇവർ മുടിയൊക്കെ വെട്ടി വലിയ പുതിയാപ്പിൾ ഇറങ്ങുന്ന മുടിയൊക്കെ വെട്ടിയാണ്ട് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ ലാബ് റൂമിൽ നിന്ന് ഇറക്കിയപ്പോഴാണ് ഇവരവിടെ എത്തിയത്. റിനൂസിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി പുറത്തിറക്കുള്ളൂ പേടിച്ചിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ റിനൂസിനെ ലാബ് റൂമിൽ കയറ്റി ചെക്കപ്പ് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. പിന്നെ എന്നെ മാറ്റിയ ടൈമിലുണ്ട് വലിയ വെഹിക്കിൾ ഇങ്ങനെ വരുന്നത്. പിന്നെ 2-ാം തീയതി ആയിരുന്നു എൻ്റെ ഡെലിവറി, സിസേറിയനായിരുന്നു. 2-ാം തീയതി 9:45 ബേബി ജനിച്ചത്. സിസേറിയൻ ആവാൻ കാരണം എന്താണെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. സിസേറിയൻ ആവാൻ കാരണം
എന്താ പറയാ മെയിനായിട്ട് എന്താ വെച്ചാൽ സ്ഥിരം കാരണം ബേബിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്. തൂക്കം ഞാൻ പറഞ്ഞു കൊടുക്കാം. ബേബിക്ക് ഒരു 3500 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബേബി കുറച്ച് വെയിറ്റ് കൂടുതൽ. പക്ഷെ വെയിറ്റ് ഉണ്ടായാലും പെയിൻ കുറച്ച് സഹിക്കാൻ പറ്റിയിരുന്നു. കാരണം അത് മാത്രമല്ല, സഹിച്ചാലും ഡോക്ടർ പറഞ്ഞു കുട്ടീൻ്റെ മിടിപ്പ് കുറഞ്ഞ് വരുന്നത്. പെയിൻ സഹിക്കുന്നിടത്തോളം ലാസ്റ്റ് വരെ പെയിൻ സഹിച്ചു. ലാസ്റ്റ് ഇട്ടുകൊണ്ട് എന്താ പറയുക പെയിൻ സഹിക്കാൻ പറ്റില്ല. കാരണം മിടിപ്പ് കുറച്ച് പറഞ്ഞു. അപ്പൊ എനിക്ക് ഓക്സിജൻ ഒക്കെ വെച്ചിട്ടും എനിക്ക് യാതൊരു മാറ്റമില്ല. അപ്പൊ ലാസ്റ്റ് സിസേറിയൻ അതിൻ്റെ അടുത്ത് കൊണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ട് ഉമ്മാനെ ലാബ്രോമിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാനെ കയറ്റി എനിക്ക് ഉമ്മാനെ ആദ്യമേ കയറ്റില്ല. ഉമ്മാനെ എനിക്ക് വേദന വന്നിട്ട് എന്താ പറയുക ഞാൻ കരഞ്ഞ് നില വിളിച്ച് എല്ലാവരും. അപ്പോൾ ഡോക്ടർ വന്നു ഉമ്മാനെ കയറ്റി. ഉമ്മാനെ 2 വട്ടം കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി ഞാൻ ശ്രമിച്ചു. ഡോക്ടർ അടിപൊളി ഡോക്ടറാണ്. ഡോക്ടർ പരമാവധി അങ്ങനെ അറ്റം വരെ. പക്ഷെ നമ്മൾ ഈ 10 മാസം നൊന്ത് പ്രസവിക്കാറില്ല. ആടാളെ ശബ്ദം 10 മാസം കാത്തുനിന്നിട്ട് മിടിപ്പ് കുറഞ്ഞ് എന്താ പറയുക മിടിപ്പ് കുറഞ്ഞുകാണ്ട് വെറുതെ എന്തിനാ അപ്പോൾ സിസേറിയൻ ആക്കിയതാണ് കേട്ടോ. പക്ഷെ സങ്കടം കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ആടിന്റെ ശബ്ദം കൂടുതലുണ്ടാവും കേട്ടോ. കാരണം ആടാളെ വിട്ടിട്ടുണ്ട് ഉമ്മ. രാവിലെ വിടാതെ ഇപ്പോൾ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വീഡിയോയിലും ആടിന്റെ ശബ്ദം ഉണ്ടാവും. കാരണം എൻ്റെ വീട്ടിലാണെങ്കിലും നിൽക്കുന്നത്. അപ്പോൾ സിസേറിയൻ ആക്കി. അതിൽ 9:45 ഓപ്പറേഷൻ കഴിഞ്ഞ് ബേബിനെ കാണിച്ചു തന്ന്. ബേബിനെ ആദ്യം കാണിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് ഇവരെല്ലാവരെയും കാണിച്ചു തന്നു കേട്ടോ. ഇവരുടെ അടുത്ത് പിന്നെ കൊണ്ടുപോയി. പക്ഷെ എനിക്ക് വലിയ ബോധമൊന്നുമില്ല. നീളങ്ങനെ ഉള്ളൊരു ഇതുണ്ടല്ലോ അതിൽ കാണാൻ പറ്റില്ല. കാരണം അത്രയും സഹിച്ച് ആദ്യം കണ്ടിരുന്നു. പക്ഷെ അങ്ങനെയല്ല സഹിച്ച് എന്തൊക്കെയോ നമുക്കിപ്പോൾ അതുവരെ നമ്മളെ കാലത്ത് നിന്ന് വേദനയൊക്കെ സഹിച്ചിട്ട് വരികയല്ലേ. അപ്പം അതിൻ്റെ സങ്കടം കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ റിനൂസിന് ബേബിന് ഉള്ളിൽ കൊണ്ടുപോയി. ബേബിനെ പിന്നെ ഞങ്ങൾക്ക് 2 വട്ടം കാണിച്ചു തന്നു കേട്ടോ. ബേബിനെ ഒന്ന് കാണാൻ വേണ്ടി 2 വട്ടം കാണിച്ചു തന്നു. എനിക്ക് ഇടക്കിടക്കൊന്ന് കാണിച്ചു തരും. പക്ഷെ എൻ്റെ അടുത്ത് കടത്തിയിട്ടൊന്നുമില്ല. കാരണം ഓപ്പറേഷൻ അല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് റിനൂസിനും ബേബിനും ഞങ്ങളെ കയ്യിൽ നിന്ന് എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ 6:45 ആകുമ്പോഴാണ്. 9:45 ഡെലിവറി കഴിഞ്ഞിട്ട് വൈകുന്നേരം 6:45 റിനൂസിനും ബേബിനും കിട്ടുന്നത്. അതുവരെ ഞങ്ങൾ പുറത്ത് വെയിറ്റിംഗ് ചെയ്യുന്നു. ബേബിക്ക് കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ. ബേബിക്ക് ഒരു കുഴപ്പമില്ല. ഓപ്പറേഷൻ ആയാലും ബേബിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. തൂക്കം കൂടുതലായിരുന്നു. മിടിപ്പില്ല എന്ന് പറഞ്ഞു. മിടിപ്പ് കുറഞ്ഞപ്പോൾ തന്നെ വേഗം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബ്ലഡ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. 10.9 ബ്ലഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ഏട്ടൻ്റെ ബ്ലഡ് ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ബ്ലഡിന്റെ ആവശ്യം കുഴപ്പമില്ല. ഡെലിവറി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബേബിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ സിസേറിനായിട്ട് റിനൂസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. റിനൂസിന് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ബാത്റൂമിലൊക്കെ പോലെ ചെറിയൊരു ബുദ്ധിമുട്ട്. യൂറോപ്പിനല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ട്. പിന്നെ അതേമാതിരി നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാരി വലിച്ചിട്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. ഒക്കെ ഒരു നോർമൽ ലൈഫിലൊരു പാകമുണ്ട്. ആ പാകത്തിന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ ആയതുകൊണ്ട് എരിവുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. ചപ്പാത്തി പൊറോട്ട അങ്ങനൊന്നും കഴിക്കരുത് പറഞ്ഞിട്ട് ചെറിയൊരു സ്റ്റിച്ചിനാണ് ഇടക്കിടക്ക് ചെറിയൊരു പെയിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അധികം കുമ്പിടാനൊന്നും പറ്റില്ല. കുമ്പ് തീരെ ഇടാൻ പറ്റില്ല. കുനിയാൻ പറ്റില്ല. പക്ഷെ ആദ്യം നല്ലോണം നോക്കുന്നുണ്ട്. എല്ലാം അവരെന്നെ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ റെസ്റ്റ് ചെയ്താൽ തീരാവുന്നുള്ളൂ കേട്ടോ. ഇത് ഫസ്റ്റ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് മിനിമം ഒരു 8 ദിവസമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല നീർക്കൊന്ന് റെസ്റ്റ് എടുത്താൽ ഒക്കെ മാറാവുന്ന കേസുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു മന്ത് മാതിരിയായിരുന്നു നീര് കൂടിയിട്ടേ റിനൂസിനെ പഴയ മരുന്ന് ചാടി കളിച്ച ആളാക്കി എടുക്കണം. അപ്പം അതൊക്കെ പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഡൗട്ടാണ്. പക്ഷെ ഞങ്ങൾ അറിയുന്ന എൻ്റെ കോളേജ് ഫ്രണ്ട് എന്താ പറയുക +2 +1 പിന്നെ ഡിഗ്രി എന്താ പറയുക 10 അങ്ങനെ കുറേ നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാവരും
ബേബി ഗേളാണോ ബോയാണോ ഗേളാണോ ബോയാണോ വെച്ചത്. പക്ഷെ അവർക്കൊക്കെ ഞങ്ങൾ വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ യൂട്യൂബുകാർ, അതായത് യൂട്യൂബുകാരുണ്ടാവും നമ്മളെ കുറേ ദൂരത്തുള്ള കാസർഗോഡുള്ളവർ മെസ്സേജ് ഇടുന്നു. അങ്ങനെ കുറേ ആൾക്കാർ മെസ്സേജ് നമുക്ക് വളരെ സന്തോഷമായി. പക്ഷെ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ എന്നോ അയച്ചത് അന്ന് എടുക്കാൻ പറ്റിയില്ല. കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പന്നാരെടുത്താണ് റിപ്ലൈ കൊടുത്തത്. കുറേ മുമ്പ് അയച്ചതൊക്കെ അവരോടൊക്കെ ഒരുപാട് സോറി പറയുന്നത്. കാരണം നമ്മൾ കാണാത്തതുകൊണ്ടല്ല, അപ്പോൾ എന്താ പറയുക, ഗേളാണോ ബോയാണോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് അറിയാട്ടോ, അവർക്കൊക്കെ മെസ്സേജിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരിട്ടു. ഈ 2 ചോദ്യമാണ് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ വന്നത്. എല്ലാവരും ചോദിച്ചത് മെയിനായിട്ട് 2 ചോദ്യമായിട്ടത്. ഞങ്ങൾ ഒറ്റൊരു വീഡിയോയിൽ ഇത് കുറച്ച് ലാഗായിട്ടുണ്ടാകും, പക്ഷെ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി എന്നാണ് വീഡിയോ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ പിറ്റത്തെ മാസത്തേക്ക് വരെ വീഡിയോ എടുക്കും. ചിലപ്പോൾ നാളെ മറ്റന്നാളെ തന്നെ എടുക്കും. 600 കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഗേളാണോ ബോയാണോ എന്ന് ആദ്യം പറയും, പേര് ഞാൻ പറയും. പക്ഷെ നിങ്ങൾ പറയും, നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഗേളാണോ ബോയാണോ. എന്താ പറയുക, നിങ്ങളെ മനസ്സിലുണ്ടാവില്ലായിരുന്നു അതിൻ്റെ മുമ്പ് റിനുവിനെ കണ്ടപ്പോൾ ഇതില്ലേ അതായത് ആദ്യം എല്ലാവരും ആൺകുട്ടിയാണ് പക്ഷെ ഞാൻ ചെറുതായിട്ട് പെൺകുട്ടിയാണ്. ഞാൻ അപ്പോഴും ബാക്കിയില്ല, ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പെൺകുട്ടിയാണ്. എല്ലാവരും അതിന് അറ്റാക്കിന്. അയ്യേ ഗേളാവൂല, ബോയിനേക്കാർ നാട്ടാരും എല്ലാവരും ബോയിനേക്കാർ. അറിയുന്നത് വയറ് കണ്ടിട്ട് താഴ്ന്ന വയറാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആദ്യം അല്ല ഗേളാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ. പക്ഷെ നമുക്ക് ഗേളായാലും ബോയാലും ഒരു കുഴപ്പമില്ല, ഒരു മനസ്സിലുണ്ടാവില്ല ആഗ്രഹം. അപ്പോൾ ആദ്യത്തെ ആഗ്രഹം പഠിച്ചോണ്ട് കേട്ടു, ഗേളാണ് തന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, കിടക്കുന്നുണ്ട്. കുറച്ച് കൈക്കുഞ്ഞല്ലേ, കുറച്ച് കാണിക്കുന്നതാവും. പക്ഷെ ഞങ്ങൾ ബേബിയുടെ ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അൽഹംദുലില്ലാ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്താ പറയുക, സിസേറിയൻ ആയതുകൊണ്ട് പുറത്തിറങ്ങാനായിരിക്കില്ല അമ്മ. എന്താ പറയുക, ഇതില്ലേ ഇൻഫെക്ഷൻ കയറുന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അത്രയ്ക്ക് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രായമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 6 ദിവസം ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. 6ാമത്തെ ദിവസം കൊണ്ട് പോകുന്നുണ്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം, അതായത് ബേബിയുടെ പേരെന്താണ്? സ്പെല്ലിംഗ് ഒന്നും വേണ്ട, അവർക്ക് അറിയില്ലേ. എന്താ പറയുക, ബേബിയുടെ പേരെന്താ വെച്ചാൽ അമീലിയ. ആമീന്ന് വിളിക്കും. പേര് അമീലിയ. ലാറ്റിൻ നെയിമാണ്. എന്താ പറയുക, ഒരുപാട് ഞങ്ങൾ പേര് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാടായിട്ട് ഞങ്ങൾ പേര് നോക്കിനി. ലാസ്റ്റ് ഗൂഗിൾ പോയാണ്ട് സെർച്ച് ചെയ്ത് ലാറ്റിൻ നെയിം അടിച്ചു കൊടുത്ത് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതാണ് ആമീന്ന് വിളിക്കും വീട്ടിൽ നിന്ന്. എന്താ പറയുക, ശരിക്കുള്ള നെയിം അമീലിയ. AMELIY അല്ലേ? എന്താ പറയുക, അതാണ് സ്പെല്ലിങ്. പിന്നെ ഇപ്പം എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? പിന്നെ ഇപ്പം എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ എടുക്കാത്തൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ആദ്യം കൊണ്ട് ഒറ്റ കഴിയൂല, ആ ഒരു ടൈപ്പ്. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ആദ്യം പക്ക വീഡിയോ എടുത്തിട്ടുണ്ടാവും. ഒക്കെ മൈൻഡൊക്കെ ഒരു സെറ്റാക്കി വെച്ചതായിരുന്നല്ലോ അങ്ങനെ. പിന്നെ എല്ലാവരും ചോദിച്ചു ഏട്ടൻ എന്താ വീഡിയോയിൽ കാണിക്കാത്തത്? ഏട്ടന് കുറച്ചും കൂടി കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഏട്ടൻക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കണോണ്ടൊരു പ്രശ്നമില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് ഏട്ടനോട് ഇങ്ങനെ ഓനങ്ങനെ വീഡിയോന്റെ മുന്നിലൊന്നും കിട്ടൂല. ഇനി ആദ്യം ഇന്ന് കല്യാണം കഴിച്ച് ആദ്യം വന്നതിന് ശേഷമല്ലേ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ എന്താ പറയാ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ
ഈ Q&A ക്വസ്റ്റ്യനും ഡെലിവറി കാര്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു വീഡിയോ ഡെലിവറി കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാവർക്കും സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ട ഞങ്ങളെല്ലാ സംശയവും തീർന്നിട്ടുണ്ടാവും. ഡേറ്റിൻ്റെതായാലും വയസ്സിൻ്റെതായാലും ബേബി ഗേളാണോ ബോയ് ആണോ പേരെന്താ എല്ലാത്തിനും സംശയങ്ങൾ ഈ വീഡിയോസിൽ നിന്ന് തീർന്നിട്ടുണ്ടാവും എന്നാണ് ഇനി വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ്ട് റിപ്ലൈ തരാം. പിന്നെ ഞങ്ങളല്ല കുറേ ആൾക്കാർ കുറേ കമന്റ് ഒക്കെ അയക്കുന്നുണ്ട്. ഞാൻ കൃത്യമായ രീതിയിലേക്ക് എനിക്ക് കമന്റ് നോക്കാൻ പറ്റില്ല, റീപ്ലൈ തരാൻ കഴിയില്ല. കുറേ കമന്റ് ഞാൻ വായിക്കലുണ്ട്, അതിന് റീപ്ലൈ കൊടുക്കലുണ്ട്. പക്ഷെ എല്ലാതും എനിക്ക് കഴിയില്ല. കാരണം ജോബ് ചെയ്ത് വന്ന പിന്നെ എൻ്റെ ക്ഷീണത്തിൽ ഞാൻ എന്താ കഴിച്ചില്ല, ഞാൻ കടക്കും. അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് എന്ന് വെച്ചാൽ ഉമ്മയുടെ അനിയത്തി പിന്നെ ആദ്യമായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെ അനിയത്തി പോരുന്ന ദിവസം ഉമ്മമ്മ അങ്ങോട്ട് വരും. ഏട്ടന് രാത്രി വന്ന് പോകും. പിന്നെ ഉമ്മയുടെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്ന് പോകും. അങ്ങനെയായിരുന്നു കേട്ടോ. ഏട്ടൻ വന്നുകൊണ്ട് അങ്ങനെ പോകും. കുട്ടീനെ കണ്ട് കുറേ നേരം സംസാരിച്ച് അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ നാളെ ബേബിയുടെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഡേറ്റാണ്. ഫസ്റ്റത്തെ എന്താ ECG സൂചി വെച്ച് കഴിഞ്ഞ ശേഷം നാളെ കാണിക്കേണ്ട ഡേറ്റാണ് ബേബിയുടെ. ഇന്ന ഒരാഴ്ച ഇപ്പോൾ നാളെ 3-ാമത്തെ ദിവസം ബേബിനെ കാണിക്കാൻ പറഞ്ഞാണ്. ഇനി 3-ാമത്തെ ദിവസം കാണിച്ച് കഴിഞ്ഞ ഒരു 7-ാമത്തെ ദിവസം റിവേഴ്സിലും കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് കേട്ടോ. കാര്യങ്ങളൊക്കെ പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. അതൊക്കെയാണ്. അപ്പോൾ യൂട്യൂബുകാരോട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയാണ് പറയാനുള്ളത്. ഒരുപാട് താങ്ക്സ്. പിന്നെ നിങ്ങളാണ് ഞങ്ങളിവിടെ എത്തിച്ചത് അല്ലേ? ഞങ്ങൾ ഇതുവരെ എത്തുന്ന പ്രതീക്ഷ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 5K എവിടെ എത്തിയിട്ടില്ല, കുറഞ്ഞ ലൈഫാണ്. ഞങ്ങൾക്ക് ഇതെന്തോ വലുതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അത്ര ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇതിൽ കുറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇനിയും മുന്നേറെ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങള് ബേബിക്ക് വന്നില്ല. ഇനി നമ്മൾ സെറ്റ് ആവും. കുറച്ചുകൂടി വലുതാവട്ടെ ബേബി. കുറച്ച് വലുതാവട്ടെ പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു വലിപ്പുണ്ടാവുമല്ലോ. ആ രീതിക്കാവട്ടെ, പുറത്തൊക്കെ പോകാൻ പറ്റുന്ന രീതിക്കാവട്ടെ. അപ്പം ഒന്ന് സെറ്റാക്കാം നമ്മുടെ യൂട്യൂബ്. പിന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല. ഞങ്ങൾ വീട് അധികം ലോങ് ആക്കണമൊന്നുമില്ല. അതെ. അപ്പോൾ പിന്നെ ഒരു കാര്യം, പിന്നെ നമ്മളെ രാജഗിരി ഹോസ്പിറ്റൽ നമ്മളറിയണ ഒരുപാടുണ്ട് കേട്ടോ. അവരോട് എന്താ പറയുക, ഒരുപാട് ഞങ്ങൾക്ക് പുറത്തെടുത്ത് അങ്ങോട്ട് പരിചയപ്പെടാൻ പറ്റത്തുള്ളൂ. കുറേ ആൾക്കാർ ഞങ്ങൾ വന്ന് പരിചയപ്പെട്ടിട്ടോ. അതെ അതെ, ഒരുപാടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ അപ്പത്തെ സിറ്റുവേഷനിൽ കൂടി ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവിടെ. കാരണം നമുക്ക് പെയിൻ വന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. എന്താ പറയുക, എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ നിന്ന ടൈമിൽ. ഒരു വീട്ടിൽ ഒരു ഫാമിലി നിൽക്കണ കാര്യം. പിന്നെ അവിടുത്തെ നേഴ്സ്, ഡോക്ടർമാർ, അപ്പോൾ എല്ലാവരും അടിപൊളിയാണ്. എന്താ പറയുക, എല്ലാവർക്കും നമ്മൾ നല്ലവണ്ണം ഫ്രണ്ട്ഷിപ്പ് പോലെ നല്ലവണ്ണം പരിചയപ്പെട്ടു. എന്നൊക്കെ നല്ലോണം പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ